ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ കാസർഗോഡുകാരുടെ സ്വന്തം പത്തൽ. മലപ്പുറംകാർക്ക് പത്തിരിയും തിരുവനന്തപുരംകാർക്ക് ഒറോട്ടിയും കാസർഗോഡുകാരുടെ സ്വന്തം പത്തലുമാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പത്തൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് പുഴുങ്ങലരിയാണ് കേട്ടോ എടുക്കുന്നത്. ടിപ്പിക്കലായിട്ടുള്ള യഥാർത്ഥ പത്തൽ ഉണ്ടാക്കുന്നത് ഈ ഒരു റെഡ് റൈസ് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ മോഡിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ വൈറ്റ് റൈസ് ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കുന്നവരുണ്ട്. അല്ലാതെ നമ്മൾ ചോറ് വയ്ക്കുന്ന വെള്ള അരിയില്ലേ, അത് വെച്ചിട്ടും പത്തൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിലുള്ള ആ ഒരു പത്തലാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു നാഴി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റേഷൻ പീടികയിലെ അരി തന്നെയാണ് കേട്ടോ എടുത്തത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് രാത്രി കുതിരാനായിട്ട് ഇട്ടിട്ട് രാവിലെ എടുത്താലും മതി. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഡിയാക്കാം. മിനിമം ഒരു 7-8 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ ഞാനിവിടെ രാത്രി ഇത് നന്നായിട്ട് കഴുകി അതിൽ വെള്ളം ഒഴിച്ചിട്ടതാണ്. രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഉള്ള ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, കാസർഗോട്ടുകാർ ഇതിങ്ങനെ കല്ലില്ലേ, അരകല്ല്, അതിലിട്ടിട്ട് വലിയ കല്ലായിരിക്കും, അതിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇത് അരച്ചെടുക്കും. ഇപ്പോൾ പിന്നെ നമുക്ക് ഏതായാലും മിക്സിയിൽ അരച്ചെടുക്കാം, എളുപ്പമായിട്ട് റെഡിയാക്കാം. കുതിർത്ത ആ ഒരു വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കാനായിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർക്കുക. ഇതുപോലെ ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പത്തിരിയും ഒറോട്ടിയൊക്കെ ചെയ്യുമ്പം പൊടി വാട്ടിയെടുക്കൂലേ, അതുപോലെ ഇതൊന്ന് നോൺ സ്റ്റിക്കിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതായത് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് ചൂടായിട്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാനിവിടെ ഈ ഒരു മാവിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൈ പൊള്ളുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തവി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു തടി തവി കൊണ്ട് നന്നായിട്ടിത് ഉടച്ചെടുക്കുകയാണ്. ഇതൊരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ചെറിയൊരു ഈർപ്പം വേണം കേട്ടോ, എങ്കിലേ നമുക്കിത് പിന്നീടൊന്ന് മർദ്ദിച്ച് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് അരയ്ക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങളത് അരയ്ക്കുന്ന സമയത്ത് മറക്കാതെ ചേർക്കണേ. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഈ ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാവ് റെഡിയാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു തരിയൊന്നും ഇല്ലാതെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയത്. ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പരത്തിയിട്ട് അങ്ങ് ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തട്ടി ഇങ്ങനെ എടുക്കാറുണ്ട്. പിന്നെ തടിയുടെ ഒരു പലക പോലത്തെ സാധനമുണ്ട്, അതിൽ വെച്ചിട്ടും ഇങ്ങനെ തട്ടി പഴയ ഉമ്മമാരൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് പെട്ടെന്നൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ പ്രസ്സിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ഷീറ്റ് കവറിൻ്റെ ഷീറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൽ ഓയിലോ അങ്ങനെ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ഓരോ പത്തിരിയുടെ വലിപ്പത്തിന് കണക്കാക്കി ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ചെറിയൊരു കനത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം. എന്നിട്ട് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നല്ല പൊങ്ങി വരും. അപ്പോൾ പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാകുമ്പോഴേക്കും നമുക്ക് അടുത്തത് മറിച്ചിടാനാവും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ അടിപൊളി കാസർഗോഡത്തെ പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള പത്തലിൻ്റെ റെസിപ്പി ഞാനിത് തന്നു കഴിഞ്ഞു. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചിക്കൻ കറിയുടെയും ബീഫിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചിക്കനും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ മുട്ട റോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കാസർഗോഡത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു പത്തൽ തയ്യാറാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സും ഫീഡ്ബാക്സും ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.